Dear students, today we are going to learn the third problem of econometric analysis or the third limitation of econometric analysis, and that is heteroscedasticity. So first problem was multicollinearity, next we studied autocorrelation, and the third one is heteroscedasticity. And these three are the major problems of econometric analysis. Okay, so let us look upon the details of heteroscedasticity. Now, when we deal with classical linear regression model, one of the major assumptions of this model, see, ordinary least square method or classical linear regression model, one of the main assumption was that variance should be constant. That is sigma square. നമ്മൾ വേരിയൻസിനെ സിഗ്മ സ്ക്വയർ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ വേരിയൻസിൻ്റെ വാല്യൂ ഷുഡ് ബി കോൺസ്റ്റൻറ്റ് among the chosen values of explanatory variables. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്മ സ്ക്വയർ ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അസംഷൻ. ആൻഡ് ദാറ്റ് അസംഷൻ ഈസ് കോൾഡ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. Okay, so homoscedasticity means variance is constant, and here it is written expectation of ui square equal to sigma square. That is, expected value of ui square will be a constant number, whatever be the value of I. So u1, u2, u3, any value for I, the variance value will be constant. Okay, and if we violate this assumption of homoscedasticity, that is a problem for econometric analysis, and violation of this assumption is called heteroscedasticity, which means the variance of yi is increasing as x increases. So x increase ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മുടെ വേരിയൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുവാണ്. സോ ദാറ്റ് സിറ്റുവേഷൻ ഇസ് കോൾഡ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. അപ്പോൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്നുള്ളൊരു സിറ്റുവേഷൻ. ആൻഡ് ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് സിഗ്മ എക്സ്പെക്ടേഷൻ ഓഫ് ui സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഐ സ്ക്വയർ വേർ ഐ ഈക്വൽ ടു 1 2 3 അപ് ടു n. അപ്പോൾ ഈ ഐ മാറുന്നതനുസരിച്ച് ഇവിടെയും സിഗ്മയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കിയേ, കോൺസ്റ്റൻറ്റ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന ഒരേ ഒരു വാല്യൂ വരുന്നു. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയോട് വരുമ്പോൾ സിഗ്മ ഐ സ്ക്വയർ ആയി. ദാറ്റ് മീൻസ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇസ് നോട്ട് വേരിയൻസ് വാല്യൂ ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. Okay, so let us check what are the different reasons for heteroscedasticity, or what causes this problem of heteroscedasticity. Some very simple reasons we can give for this heteroscedasticity problem. First is error learning model. So error learning model says that as people learn more and more from their or as experience increases, the error will be lesser. സോ അതാണ് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകുന്നതനുസരിച്ച് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എററുകൾ കുറയും. അപ്പോൾ അവിടെ സിഗ്മ ഐ എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റൻ്റ് അല്ലാതെ നിൽക്കുന്ന വേരിയൻസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ആസ് വി ലേൺ ഇറ്റ് ക്യാൻ ബിക്കം കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ടൈപ്പിംഗ് എററാണ് നല്ല എക്സാമ്പിളായിട്ട് പറയുന്നത്. നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരുപാട് എററുകൾ വരും. പിന്നെ 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 നമ്മൾ എത്രമാത്രം എഫിഷ്യൻ്റ് ആകുന്നു അല്ലെങ്കിൽ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയ്ക്ക് എറർ കുറയും. പിന്നെ ഒരു പോയിൻ്റ് ഓഫ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു എററും ഇല്ല, നമ്മുടെ വേരിയൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതിൻ്റെ ഒരു റീസൺ വേണ്ടി കൊടുക്കാവുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഒരു എറർ ലേണിംഗ് മോഡലിൽ നമുക്ക് ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി കാണാനായിട്ട് പറ്റും. അനദർ റീസൺ ഈസ് ആസ് ദർ ഇസ് increase in income of people, there is more discretionary income and more choice for disposition of income. അപ്പോൾ നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്ത് നമുക്ക് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇൻകം കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ് ഡിസ്ക്രിഷണറി ഇൻകം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻകം ഡിസ്പോസ് ചെയ്യാനായിട്ട് എന്താണ് കൂടുതൽ സ്കോപ്പ് നമുക്ക് മുന്നിലുണ്ട്, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഇൻകം കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന ഇൻകം വൈ എന്ന് പറയുന്ന ഇൻകം വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സിഗ്മ ഐ സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ വേരിയൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, ബിക്കോസ് ഓഫ് ദ ടെൻഡൻസി ഓഫ് ദ പീപ്പിൾ ടു ഡിസ്പോസ് their income in more options. They have more choice for disposition of income, and that leads to heteroscedasticity problem. Third is ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഡാറ്റ കളക്ഷൻ ടെക്നിക്. ഡാറ്റ കളക്ഷൻ ടെക്നിക്കിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ വേരിയൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഡാറ്റ കളക്ഷൻ ടെക്നിക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് മാക്സിമം കുറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് വരും. സോ അവിടെയും നമുക്ക് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയിൽ ഉള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ ഹോമോസ്കെഡാസ്റ്റിസിറ്റിയിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ.
ഇനി മറ്റൊരു റീസണാണ് പ്രസൻസ് ഓഫ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത് വളരെ വേരിയൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണിക്കുന്ന ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എടുക്കുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു 10 സാമ്പിൾ എടുത്താൽ ചില സാമ്പിൾ ഒരുപാട് വേരിയേഷൻ കാണിക്കും. അങ്ങനെ വരുന്ന, അതായത് വളരെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന പോയിന്റുകളെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി കാണിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇഫ് ദർ ഇസ് പ്രസൻസ് ഓഫ് ഔട്ട്ലയേഴ്സ്, then there is a chance of heteroscedasticity problem. Another reason is misspecification of the model. നമ്മുടെ മോഡൽ കറക്റ്റായിട്ടല്ല സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ലൈക്ക് സ്പെസിഫിക്കേഷൻ എററുകൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. എന്താണ്, നമ്മൾ വേണ്ടത്രയും വേരിയബിൾസ് കറക്റ്റ് സ്പെസിഫിക് ചെയ്യേണ്ട വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അനാവശ്യമായ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ സ്പെസിഫിക്കേഷൻ എററുകൾ വരാം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി. ദെൻ അനദർ ഈസ് സ്ക്യൂനെസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിഗ്രസേഴ്സ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസിമെട്രി, സിമെട്രിക്കൽ അല്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് റിഗ്രസേഴ്സ് ഇസ് നോട്ട് സിമെട്രിക്കൽ. അങ്ങനെ ഒരു സ്ക്യൂനെസ് വരുവാണ്. സിമെട്രിക്കൽ അല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അവിടെ വേരിയൻസും കോൺസ്റ്റൻ്റ് അല്ലാതാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ദർ ആർ സം അതർ സോഴ്സസ് ഓഫ് ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി ലൈക്ക് ഇൻകറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർമേഷൻ. നമ്മൾ പറഞ്ഞു, നേരത്തെ പ്രോബ്ലം ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, റെമഡിയൽ മെഷറായിട്ട് നമ്മുടെ ഡേറ്റയിൽ ചില ട്രാൻസ്ഫർമേഷൻസ് വരുത്തിയാൽ നമുക്ക് അവിടുത്തെ ഇക്കണോമെട്രിക് പ്രോബ്ലം കുറച്ചെങ്കിലും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ റേഷ്യോ ട്രാൻസ്ഫർമേഷൻ നടത്തി, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു, നമ്മൾ ഓട്ടോ റിഗ്രസീവ് 1 സ്കീം, AR1 സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓട്ടോ കോറിലേഷനകത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റയിൽ നമ്മൾ ട്രാൻസ്ഫർമേഷൻ നടത്തുമ്പോൾ അവിടെ എറർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കറക്റ്റായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ അല്ല നമ്മൾ നടത്തിയെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് വേരിയൻസ് കാണിക്കാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻകറക്റ്റ് ഫങ്ഷണൽ ഫോം. നമ്മൾ പലതരത്തിലുള്ള ഫങ്ഷണൽ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലോഗ് ലീനിയർ, ലിൻ ലോഗ്, ലോഗ് ലിൻ, ഡബിൾ ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫങ്ഷണൽ ഫോം ഉണ്ട്. ഇവിടെയും നമ്മൾ തെറ്റ് സംഭവിച്ചാൽ അവിടെ ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി പ്രോബ്ലത്തിനുള്ള സാധ്യത ഉണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദി കോമൺ റീസൺസ് ഓർ കോസസ് ഓർ സോഴ്സസ് ഓഫ് ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോൺസിക്വൻസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് പ്രോബ്ലം? ഈ ഒരു ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി പ്രോബ്ലം നമ്മുടെ ഇക്കണോമെട്രിക് അനാലിസിസിൽ വന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ്? സോ ദ കോൺസിക്വൻസസ് ക്യാൻ ബി given as OLS estimators will remain linear and unbiased. അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്രൈമറിലി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. പക്ഷേ എന്താണ് നമുക്കറിയാം അല്ലേ, ഇവിടുത്തെ ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് തന്നെ വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ വേരിയൻസ് വിൽ ബി ഇൻകറക്റ്റ്. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ബ്ലൂ പ്രോപ്പർട്ടിയിൽ ബെസ്റ്റ് ആണ്, ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. പക്ഷേ ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേരിയൻസിൽ ചെറിയ തെറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം വേരിയൻസ് ഓഫ് β2 ഹാറ്റിൻ്റെ ഇക്വേഷൻ σ²/σxi², അല്ലെങ്കിൽ 1/σxi² നമ്മൾ ki = 1/σxi² നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഈ 1/σxi² എന്നുള്ള ടേമിന് σki² എന്ന് എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റി ഇല്ല. കാരണം എന്താണ്? σ² i ഒന്നും അവിടെ ഇല്ല, കോൺസ്റ്റൻ്റ് ആണല്ലേ. σ² ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. പക്ഷേ ഹെറ്ററോസ്കോഡാസ്റ്റിസിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം σki² ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ui², അതായത് σui², σ² വിത്ത് i വിൽ ബി ദർ. ആ ഐ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1 2 3 ഐയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ σ²ൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു ദിസ് കോൺസ്റ്റൻറ്റ് വാല്യൂ, ഇത് മാറിക്കൊണ്ടേയിരിക്കും. And therefore sigma ui² is no more a finite constant figure. It changes with an increasing the range of value of x. Xൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരിയൻസ് വിൽ ബി ഇൻകറക്റ്റ്. വേരിയൻസ് ഇൻകറക്റ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ് ഇൻഎഫിഷ്യൻ്റ് ആണ്. കാരണം വേരിയൻസ് വെച്ചാണ് നമ്മുടെ എസ്റ്റിമേറ്റർ ബെസ്റ്റ് ആണോ എഫിഷ്യൻ്റ് ആണോ നമ്മൾ പറയുന്നത്. അപ്പോൾ മിനിമം വേരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ OLS എസ്റ്റിമേറ്റേഴ്സ് എഫിഷ്യൻ്റ് അല്ല എന്നാണ് അതിന് അർത്ഥം. ദെൻ ഫോർത്ത് കോൺസിക്വൻസ് ഈസ് കോൺഫിഡൻസ് ലിമിറ്റ്
ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇതൊന്നും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നമ്മുടെ വേരിയൻസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ലിമിറ്റ്, കോൺഫിഡൻസ് ഇൻ്റർവെല് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ആ റേഞ്ച് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവെല് ലിമിറ്റ് നമ്മൾ എടുക്കുന്ന തെറ്റിപ്പോവും. അതുപോലെ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് ഏതാണെങ്കിലും അത് ആപ്ലിക്കബിൾ ആകാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം എന്താണ്, ഇതെല്ലാം സിഗ്മ സ്ക്വയറിനെ അല്ലെങ്കിൽ ഈ വേരിയൻസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ഹെട്രോസ്കോഡാസ്റ്റിസിറ്റി പ്രോബ്ലം ഇല്ല എന്നുള്ള അസംഷനിൽ, തെറ്റായൊരു അസംഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോഡലിൻ്റെ ബേസിസിലുള്ള എല്ലാ ഇൻഫറൻസും പ്രഡിക്ഷൻസും എല്ലാം ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളില്ലാന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ഹോമോസ്കോഡാസ്റ്റിസിറ്റി ആണെന്ന് ഓർത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫറൻസും നമ്മുടെ പ്രഡിക്ഷനും നമ്മുടെ റിസൾട്ട് എല്ലാം ഇൻകറക്റ്റ് ആയിരിക്കും. സോ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് heteroscedasticity problem. Hope you understood this, and in the next session we will deal with detection of heteroscedasticity.